ഹായ് ഗൈസ്, ഇന്ന് നമ്മളൊരു ചക്കപ്പുഴുക്ക് ആയിട്ടാണ് വരുന്നത്. ആദ്യം നമുക്ക് ചക്ക എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് ഈസി മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം. ഞാൻ എപ്പോഴും ചക്ക എടുത്തിട്ട് അതിൻ്റെ പുറത്തുള്ള മുള്ളുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ നമുക്ക് ഈ പിച്ചാത്തിയിലും നമ്മുടെ കയ്യിലൊക്കെ അരക്കധികം ഒട്ടത്തില്ല. അങ്ങനെ ആകുമ്പോഴത്തേക്ക് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, ഇതുപോലെ ചെയ്യണം കേട്ടോ. ചെയ്ത് നോക്കുക. ചക്ക എത്ര വിഴിയുന്ന എത്ര വലിയ ചക്കയും നമുക്ക് എളുപ്പം മുറിച്ച് ഇതുപോലെ തന്നെ പൊളിച്ചെടുത്ത് കറി വെക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് തന്നെ തുടങ്ങാം. ആദ്യം എനിക്ക് നല്ല ഓപ്പോസിറ്റ് വീട്ടിലെ അമ്മ എനിക്ക് തന്ന 2 കഷ്ണം ചക്ക. അതൊന്ന് എന്തായാലും ഇന്ന് കുഞ്ഞിന് പുഴുക്കുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുഴുക്ക് നല്ല മാങ്ങാച്ചാറും ഉണ്ട്, കുഞ്ഞിന് ഇഷ്ടമാണ്. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇതിപ്പം തുടങ്ങിയത്. ഇപ്പോൾ ഇവിടെ കുറച്ച് മഴയൊക്കെ ഉണ്ട്. അപ്പം മഴയത്ത് നല്ല ടേസ്റ്റാണ് ചക്കപ്പുഴുക്കും ഇച്ചിരി കട്ടൻ കാപ്പി നല്ല മാങ്ങാച്ചാറും ഒക്കെ കൂട്ടി അങ്ങോട്ട് കഴിച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്തെടുത്തു. ഇതെല്ലാം നമുക്ക് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കാം. എനിക്ക് ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഷോർട്സ് ഇടുന്നുണ്ട്, പക്ഷേ ലെങ്തി വീഡിയോ ആയിട്ടൊന്നും ഇട്ടിട്ടില്ല. എനിക്കിതിനു വേണ്ടി സഹായിക്കുന്ന എൻ്റെ കൊച്ചുമോനാണ്. എഡിറ്റ് ചെയ്യാനും ക്യാമറാമാനും ഫോട്ടോഗ്രാഫി എല്ലാം എൻ്റെ കൊച്ചുമോനാണ്. എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല. മോനാണ് ഇതെല്ലാം ചെയ്തു തരുന്നത്. വീഡിയോ പിടിക്കുന്നതെല്ലാം അവൻ തന്നെ. അമ്മച്ചി ചെയ്താൽ മതി, ഞാനെല്ലാം എടുത്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. പിന്നെ ആദ്യമായിട്ട് എനിക്ക് ഈ ഷോർട്സ് ഇടാൻ പഠിപ്പിച്ചത് സുറുമി എന്ന് പറയുന്ന ഒരു കൊച്ച്. ഞാൻ ദുബായിൽ പോയപ്പം ആ കുട്ടിക്കും ഉണ്ട്. സുറുമി ഫയാസാണ് അതിൻ്റെ ചാനലിൻ്റെ പേര്. ആ കുട്ടി ഷോർട്സ് ഇടുന്നതൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ആ കുട്ടിയാണ് എനിക്ക് പഠിപ്പിച്ച് തന്നെ. ആൻറ്റി ബോറടിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, സമയവും പോവും. ആൻറ്റിക്ക് നല്ല കാര്യമാണ്. ഒത്തിരി ടൈം ഉണ്ടെങ്കിൽ വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോൾ ചെയ്യാമല്ലോ. അപ്പോൾ എൻ്റെ കൊച്ചുമ്മനാണെങ്കിൽ ദുബായി പഠിക്കാൻ പോകുന്നുണ്ട്. എനിക്കിനിയിപ്പം വീട്ടിലിരുന്ന് ചുമ്മാ ഇരുന്ന് ബോറടിക്കും. ആ ബോറടിക്കുന്ന സമയം എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. മക്കളെല്ലാവരും ക്ഷമിക്കണം. എൻ്റെ കൊച്ചുമോൻ എന്നെ അമ്മച്ചി എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവരും എന്നെ അമ്മച്ചി എന്ന് വിളിക്കാം. അതുകൊണ്ട് ഇനിയിപ്പം നമ്മൾ കട്ട് ചെയ്ത് ചക്കയുടെ എല്ലാം അരിഞ്ഞെല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി അത് നമുക്ക് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് എനിക്കൊരു കൊച്ചു ഉരുളിയുണ്ട്. ഞാൻ ആ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ചക്ക അരിഞ്ഞ് തീരാറായി. ഞാനിങ്ങനെയാണ് അരിയുന്നത് കേട്ടോ. നിങ്ങളൊക്കെ ഡിഫറെൻ്റായിട്ട് ചെയ്യുന്നവർക്ക് ചെയ്യാം. തീർന്നു കഴിഞ്ഞു. നമുക്കിനിയിപ്പം അത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു 5 മിനിറ്റ് മതി ഈ ചക്ക ഒരുക്കിയെടുക്കാൻ തന്നെ. ഒരുപാട് നേരം വേണ്ട കേട്ടോ. നന്നായിട്ട് അരിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമുക്കെന്താണെന്ന് വെച്ചാൽ ഇത് കഴുകി വാരി അടുപ്പയിലേക്ക് വെക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ എപ്പോഴും ഈ മുറത്തിലെടുക്കുമ്പം ഇതിൻ്റെ അരക്കൊക്കെ പറ്റാതിരിക്കാൻ എപ്പോഴും ഒരു ന്യൂസ് പേപ്പർ വിരിച്ചിട്ടിട്ടാണ് എന്തും കട്ട് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. എന്നിട്ട് ആ പേപ്പർ എടുത്ത് കളഞ്ഞാൽ മതിയല്ലോ. അല്ലെ ഈ ചക്കരക്കൊക്കെ ഇതിലൊട്ടണ്ടെന്ന് വിചാരിച്ചാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആദ്യമായിട്ട് ചിലപ്പം വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ അപാകതകൾ കാണുമായിരിക്കാം. അത് എനിക്കറിയാത്ത കാര്യങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ ഞാൻ നല്ല രീതിയിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കാം. തെറ്റുകുറ്റങ്ങളെല്ലാം ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ ചക്ക അരിച്ചിൽ കഴിഞ്ഞു. വലിയ പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് നമ്മളങ്ങോട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇനി എൻ്റെ ചാനലിന് സപ്പോർട്ടും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻ്റ് എന്താണെന്ന് വെച്ചാൽ ഇടണം. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കമൻ്റ് ഇടണം. അപ്പോൾ ചക്ക കഴുകി നമ്മൾ അടുപ്പയിലേക്ക് വെച്ചു. ആവശ്യമായ മഞ്ഞൾപ്പൊടി കുറച്ചിട്ടു. അത് കഴിഞ്ഞ് ഞാൻ ഇത്തിരി മുളക് പൊടി ഇടും. കാരണം ചിലർ മുളക് പൊടി ചേർക്കാറില്ല. പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരിയോ ഇടും. ഞാനൊരു ശകലം കാശ്മീരി ചില്ലി ഇടും. ഒത്തിരി ഇടത്തില്ല, കുറച്ച് കാശ്മീരി ചില്ലി ഇടും. അതിന് ശേഷം നമ്മൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു. അടുത്തത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കും.
ഗ്യാസ് കത്തിച്ച് വെച്ചു. ഇനിയിപ്പം നമുക്ക് അടുത്ത ഉപ്പിടാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ആവശ്യമായ ഉപ്പ് ചേർത്തു. അപ്പോൾ ആദ്യം തന്നെ ഇടുമ്പോൾ അത് നല്ല യോജിച്ചോളും. നമുക്ക് പിന്നീട് ഇടുമ്പോൾ കുഴഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഉപ്പ് ഇടുമ്പോൾ കുറച്ച് കരിവേപ്പിലയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ വെളിച്ചെണ്ണയാണ് നമ്മുടെ ഇതിന് ഏറ്റവും ഹൈലൈറ്റ്. നല്ല ടേസ്റ്റി ആയിരിക്കും. അതുകൊണ്ട് വെളിച്ചെണ്ണ നല്ലോണം ഞാൻ ഒഴിക്കും. എൻ്റെ കറികൾക്കെല്ലാം വെളിച്ചെണ്ണ ഇച്ചിരി കൂടുതലാണ്. അസുഖമുള്ളവർ കുറച്ച് ഒഴിച്ചാൽ മതി. അടുത്തത് നമുക്കിതിൻ്റെ ചേരുവകളാണ്. തേങ്ങ, കറിവേപ്പില, കാന്താരി, വെളുത്തുള്ളി, ജീരകം. ഇത് നമ്മൾ മിക്സിയിൽ ഇട്ട് നന്നായി അരയ്ക്കത്തില്ല. കുറച്ച് ഒരു തെരുതെരുപ്പ് കഴിഞ്ഞ് ഒരു അവിയൽ പരുവം പോലെ ഞാനൊന്ന് അരച്ചെടുക്കാം. കാന്താരി ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. കാരണം എൻ്റെ കൊച്ചുമോൻ എരിവ് ഒട്ടും കഴിക്കാൻ പറ്റത്തില്ല. അവൻ എൻ്റെ കൂടെ തിരിച്ച് വന്നിട്ടുണ്ട്. 2 മാസം ലീവാണ് സ്കൂള്. അതുകൊണ്ട് കാന്താരി കുറച്ചേ ഇടുന്നുണ്ട്. ഓൾറെഡി ഞാൻ കാശ്മീരി ചില്ലി ഇച്ചിരി ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളത് എരിവ് വേണ്ടവർക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്യാം. നമുക്കൊന്ന് അരച്ചെടുക്കാം. നേരത്തേക്ക് നമ്മുടെ ചക്ക വേകുകയും ചെയ്യും. ചക്ക തിളച്ച് വരുമ്പം തന്നെ ഒരു മണമുണ്ട്. നമുക്ക് ചക്കപ്പുഴുക്കിൻ്റെ ആ വെളിച്ചെണ്ണയുടെ എല്ലാം കൂടെ ആ എരിവും എല്ലാം കൂടെ ചെന്നപ്പോൾ തന്നെ ഒരു മണം അടിച്ച് വരുന്നുണ്ട്. എല്ലാവർക്കും ഈ മഴക്കാലത്തൊക്കെ ചക്കപ്പുഴുക്ക് തിന്നാൻ നല്ല കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ഒരു മാങ്ങാച്ചാറും ഒക്കെ ഇട്ട് കഴിക്കാം. നമ്മുടെ തേങ്ങ അങ്ങനെ നമ്മൾ പാകത്തിന് അരച്ചെടുത്തു. ഞാൻ ഒന്ന് തിളച്ച ശേഷമാണ് അടച്ചു വെച്ചത് കേട്ടോ. കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പം ചക്ക ഇപ്പം തന്നെ ഒരു പകുതി വേവായി. 5 മിനിറ്റ് മതി. നല്ല ചക്കയാണ്, നല്ല ടേസ്റ്റി ചക്കയാണ്. അടച്ചു വെച്ചു, വേകട്ടെ. വെന്തു. നമുക്ക് ഇനിയിപ്പം അരപ്പ് ചേർക്കാം. അരപ്പെല്ലാം ഇട്ട് കൊടുത്തു. തുള്ളി വെള്ളം ഞാൻ അതിൽ അരപ്പുള്ളത് കൊണ്ട് തുള്ളി വെള്ളം കഴുകി മിക്സി ഒന്ന് കഴുകി അതിൻ്റെ അകത്തേക്ക് ഒഴിക്കണം. ഒരു ശകലം തുള്ളി വെള്ളം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. തേങ്ങ നല്ലോണം ഞാൻ അരച്ചിട്ടുണ്ട്. അത്രയും വേണ്ടാത്തവർ കുറച്ച് അരച്ചാൽ മതി. എനിക്ക് തേങ്ങ, കരിവേപ്പില, വെളിച്ചെണ്ണ എല്ലാത്തിനും കൂടെ ഞാനൊരു കുട്ടനാട്ടുകാരിയാണ്. അതുകൊണ്ട് തേങ്ങയും വെളിച്ചെണ്ണയൊക്കെ ഇച്ചിരി കൂടുതലായിട്ട് ഉപയോഗിക്കും. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന കോട്ടയമാണ്. അപ്പം നമ്മുടെ ചക്കപ്പുഴുക്കിൻ്റെ മണം അങ്ങോട്ട് മൂക്കിൻ്റെ അകത്ത് കയറുന്നുണ്ട്. ചക്കപ്പുഴുക്ക് അങ്ങനെ റെഡിയായിരിക്കുന്നു. ഒന്ന് ഞാൻ അടച്ചു വെച്ച അരപ്പുമായിട്ടെല്ലാം ഒന്ന് യോജിച്ചു. ഒന്ന് തിള വരുന്ന പോലെയായി യോജിച്ചു. അന്നേരം ഞാൻ കുറച്ച് കരിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു. വാ, സൂപ്പർ! വായിൽ വെള്ളം ഊറും. അതുപോലെയാണ് ചക്കപ്പുഴുക്ക് ഇരിക്കുന്ന. കണ്ടാൽ കൊതി വരുന്നുണ്ട്. വാ മക്കളെ, എല്ലാവർക്കും കഴിക്കാം കേട്ടോ. ചക്കപ്പുഴുക്ക് റെഡിയാണ്. ഇന്നത്തെ എൻ്റെ കൊച്ചുമോന് വേണ്ടിയിട്ട് അമ്മച്ചിയുടെ സ്പെഷ്യലാണ് ഇന്ന്. നല്ല സൂപ്പർ മണം. ആ വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയും എല്ലാം കൂടെ വെളിച്ചെണ്ണയും കൂടെ മണം വന്നു. ഞാനൊരു മാങ്ങാച്ചാറും കൂടെ ഉണ്ടാക്കി, ഈസി ആയിട്ടുള്ള. അത് അടുത്ത വീഡിയോയിൽ മാങ്ങാച്ചാറ് സ്പെഷ്യലായിട്ട് വരുന്നതായിരിക്കും.